നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. തീരാദുഃഖമായ കരിപ്പൂർ വിമാനാപകടം മാറുകയാണ്. കരിപ്പൂർ വിമാനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാർന്ന യുവതി മരിച്ചു. നരിപ്പറ്റ കാഞ്ഞിരാടൻ വീട്ടിൽ പ്രമോദിന്റെ ഭാര്യ മഞ്ജുളകുമാരിയാണ് മരിച്ചത്. വയസ്സ് 38. കോഴിക്കോട് മേത്ര ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഭർത്താവിനൊപ്പം ദുബായ് റാസൽ ഖൈമയിലായിരുന്നു മഞ്ജുളകുമാരി. സുഹൃത്ത് രമ്യ മുരളീധരനൊപ്പമാണ് നാട്ടിലേക്ക് മടങ്ങിയത്. ഇതോടെ കരിപ്പൂർ അപകടത്തിൽ ആകെ മരണം 21 ഉയർന്നിരിക്കുന്നു. രമ്യയും ഇവരുടെ 5 വയസ്സുള്ള മകളും അപകട ദിവസം തന്നെ മരിച്ചിരുന്നു. മുക്കാളി കണ്ണൂക്കര ചാത്തോത്ത് ഭാസ്കർ കുറുപ്പിന്റെയും പത്മിനിയമ്മയുടെയും മകളാണ് മഞ്ജുളകുമാരി. ഓഗസ്റ്റ് 7-നാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെ ലാൻഡിംഗിന്റെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദുബായ് കോഴിക്കോട് വിമാനം റൺവേയിൽ നിന്നും നിയന്ത്രണം തെറ്റി കോമ്പൗണ്ട് വാളിൽ ഇടിച്ച് അപകടമുണ്ടായത്. വിമാനം ലാൻഡിംഗ് ചെയ്തതിനു ശേഷമായിരുന്നു അപകടം എന്നതിനാലും ഇന്ധന ചോർച്ച പെട്ടെന്ന് നിയന്ത്രിച്ചതിനാലും വലിയ ദുരന്തമാണ് ഇതിലൂടെ ഒഴിവായത്. വിമാനത്തിന്റെ 2 പൈലറ്റുമാരും അപകടത്തിൽ മരിച്ചിരുന്നു. അപകട ദിവസവും പിറ്റേന്നുമായി 18 പേരാണ് ആകെ മരിച്ചത്. പരിക്കേറ്റ് ചികിത്സയിലാർന്ന വയനാട് തരുവണ സ്വദേശി ഇബ്രാഹിം കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാർന്ന മലപ്പുറം തിരുവാലി സ്വദേശിയായ അരവിന്ദാക്ഷൻ കഴിഞ്ഞ ആഴ്ച മരിച്ചിരുന്നു. ജീവനക്കാരടക്കം 190 പേരാണ് വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നത്. കുട്ടികൾ ഉൾപ്പെടെ 38 പേരാണ് നിലവിൽ വിവിധ ആശുപത്രികളിലെ ചികിത്സയിൽ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വിമാന ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകരായ 55 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. രോഗം സ്ഥിരീകരിച്ചവരിൽ നാട്ടുകാർക്ക് പുറമെ അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. കരിപ്പൂർ വിമാനാപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ കൊണ്ടോട്ടി, നെടിയുരുപ്പ് പ്രദേശങ്ങളിൽ നിന്നുള്ള സമീപവാസികളായ 150ഓളം പേർ അന്നു മുതൽ തന്നെ ക്വാറന്റൈനിൽ മാറിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.